മരിക്കുന്നതിനേക്കാൾ മരിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടാ. സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മച്ചി എന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകുന്ന എനിക്ക് ഉറപ്പാണ്, പക്ഷേ എന്റെ നാവ് ചിലപ്പോ ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നു. എന്റെ ശരീരം ശിരസ് മുതൽ പാദം വരെ സ്വർഗത്തിലേക്ക് പോകും, എന്റെ നാവ് മാത്രം ചിലപ്പോ ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ടേ വരുള്ളൂ. കാരണം ഞാൻ ഒത്തിരി സംസാരിക്കുന്നുണ്ട്, എനിക്കറിയാച്ചാ എന്റെ നാവ് നേരെ സ്വർഗത്തിൽ പോകില്ല, അത് ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ടേ വരുള്ളൂ എന്ന്. അമ്മച്ചി വിചാരിച്ചിട്ട് നാവ് മാത്രമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്ന അങ്ങോട്ട് ഒരു ചിന്ത കയറിയതുകൊണ്ടായിരിക്കും. അമ്മച്ചിക്ക് തന്നെ അറിയാം ബാക്കി കാര്യങ്ങൾ. അങ്ങനെ അമ്മച്ചിക്ക് വേറെ നാവ് കൊണ്ട് സംസാരിച്ചാൽ പോലും കുറച്ച് കൂടുതൽ സംസാരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അമ്മച്ചി പറയുന്നതൊക്കെ ആത്മീയ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അമ്മച്ചി ഒരിക്കലും നരകത്തിൽ പോകുകയില്ല, എനിക്ക് തോന്നുന്നില്ല ശുദ്ധീകരണ സ്ഥലത്ത് പോകും. ഞങ്ങൾ പറഞ്ഞ അമ്മച്ചി നേരെ പോകുന്നു, നേരെ സ്വർഗത്തിലേക്ക് പോകുള്ളൂ. അപ്പൊ അമ്മച്ചി പറഞ്ഞതിൽ വലിയൊരു സന്ദേശം നമുക്ക് എടുക്കാനുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശമുണ്ട്. അമ്മച്ചി പറഞ്ഞതിനാണെന്നറിയാവോ, എന്റെ ശിരസ് മുതൽ പാദം വരെ സ്വർഗത്തിലേക്ക് പോയാൽ എന്റെ നാവ് ശുദ്ധീകരണ സ്ഥലത്തേ പോകുള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെ കണ്ണുകൾ വിശുദ്ധമാകാം, കാതുകൾ വിശുദ്ധമാകാം, നാവ് വിശുദ്ധമാകാം, കാൽപാദങ്ങൾ വിശുദ്ധമാകാം, പക്ഷെ നമ്മുടെ ഹൃദയം അശുദ്ധമാകാം. നമ്മള് 99% നമ്മുടെ ശരീരഭാഗങ്ങൾ വിശുദ്ധമാകാം, ശരിയാണ്. പക്ഷേ പാപം ചെയ്യുന്ന, വിശുദ്ധീകരണം ആവശ്യമുള്ള ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ശരീരഭാഗത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്റെ കണ്ണുകളാണ് പാപത്തിന് കാരണമാകുന്നതെന്ന് വിചാരിക്കാം. ബാക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഞാൻ പാപം ചെയ്യുന്നില്ല, പക്ഷേ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പാപം ചെയ്യുന്നു, പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്കിൽ നമ്മുടെ കണ്ണുകളാണ് കർത്താവിന്റെ ജീവൻ പ്രാപിക്കേണ്ടത്. എന്റെ കണ്ണുകളിൽ ഞാൻ കണ്ണുകളോട് സദാ മരണം പ്രഖ്യാപിക്കണം. യേശുവിനെ പ്രതി യേശു ശരീരത്തിൽ സഹിച്ചില്ലേ, യേശു ശരീരത്തിൽ മരിച്ചില്ലേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ എന്ന് പറയുന്ന പോലെ എന്റെ കണ്ണുകളോട് ഞാൻ, എന്റെ കണ്ണുകളിലൂടെ കടന്നു വരുന്ന പാപങ്ങളോട് നിരന്തരമായ ബോധപൂർവമായ ഒരു റെസിസ്റ്റൻസ് പ്രഖ്യാപിക്കണം. എന്നിട്ട് എന്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവിൽ രൂപപ്പെടുത്തണം, വിശുദ്ധീകരിക്കണം. എന്തിനാ? കർത്താവിനെ കാണാൻ, സഹോദരങ്ങളിൽ ദൈവത്തെ കാണാൻ, സർവസൃഷ്ടജാലങ്ങളിലും ദൈവ സാന്നിധ്യം കാണാൻ. ഇതൊക്കെ കണ്ണുകൾ തുറക്കപ്പെടണ്ടേ? അപ്പോ ബാക്കി എല്ലാ അവയവങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോ ശരീരത്തിന്റെ ഒരവയവം കൊണ്ട് ദൈവത്തെ നിന്ദിക്കുകയാണെങ്കിൽ, തള്ളിപ്പറയുകയാണെങ്കിൽ ആ അവയവത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവിക ജീവൻ കടന്നു വന്നിട്ടില്ല എന്നുള്ളൊരു സന്ദേശം കൂടിയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. എപ്പോഴും മരണത്തിൽ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എപ്പോഴും മരണത്തിൽ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? മരിക്കാൻ നമ്മൾ തയ്യാറാണോ? പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ തയ്യാറാണോ? അതാണ് അതിന്റെ സന്ദേശം. സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തിനാ? പാപം ചെയ്യാതിരിക്കാൻ, യേശുവിന്റെ ജീവനിൽ ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവിനിൽ പ്രവർത്തിക്കാൻ. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും കർത്താവിന്റെ ജീവൻ പ്രത്യക്ഷപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിശ്ചയമായും ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ശരീരം നിറയാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ജീവൻ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങും.